യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലും ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ വചനത്താലും നിറയപ്പെട്ടതായ ഒരു വ്യക്തിയെ ദൈവം എത്രത്തോളം ശക്തിയായിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് ചിന്തിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. നമ്മൾ ഈ ചിന്തകളൊക്കെ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയാണല്ലോ. ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നമ്മെ ദൈവം എവിടേക്കൊക്കെയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എവിടേക്കൊക്കെയാണ് നയിക്കുന്നതെന്നാണ് നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ചിന്തിച്ചത്. അതിൽ നമ്മൾ വളരെ പ്രധാനമായി ചിന്തിച്ച ഒരു വിഷയമാണല്ലോ, നാം ദൈവത്തിന് പ്രയോജനപ്രദമാകുമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുന്നു. അങ്ങനെ നയിക്കുമ്പോൾ ദൈവം നമുക്ക് ഗിഫ്റ്റുകൾ നൽകുന്നു, അതായത് വരങ്ങൾ നൽകുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേര് ആത്മാവിൻ്റെ വരങ്ങൾ എന്നാണ്. അതിൻ്റെ അർത്ഥം ഇത് ആത്മാവ് നൽകുന്ന വരങ്ങളാണ്. നമ്മൾ പ്രയോജനപ്പെടേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന വരങ്ങൾ. ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞു, ഇത് നമുക്ക് വില കൊടുത്തു വാങ്ങാൻ സാധ്യമല്ല. മറിച്ച് നമുക്ക് പ്രാപ്തി പോലെ, അല്ലെങ്കിൽ നമ്മുടെ പ്രാപ്തി പോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന വരങ്ങളാണ് ഇത് എന്നുള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വരത്തെക്കുറിച്ചാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനിടയായി തീർന്നത്, ജ്ഞാനത്തിൻ്റെ വചനം എന്നുള്ളതായ വരം. നമ്മൾ ഏതാനും ചില വരങ്ങളെക്കുറിച്ച് മാത്രമേ ഈ ഒരു പ്രഭാഷണ പരമ്പരയിൽ നമ്മൾ എടുക്കുന്നുള്ളൂ. അതും നമുക്ക് ഈ കൊരിന്ത്യർ ലേഖനത്തിൽ കാണുന്നതായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ജ്ഞാനത്തിൻ്റെ വചനം എന്നുള്ളതായ വരം. ആ വരത്താൽ ഉപയോഗിക്കപ്പെട്ടതായ വളരെ പ്രധാനപ്പെട്ട 2 പേരെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൽ സ്തെഫാനോസിനെ കുറിച്ച് നമുക്ക് കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനിടയായി തീർന്നു. സ്തെഫാനോസിനെ ദൈവം എങ്ങനെയാണ് ആ ജ്ഞാനത്തിൻ്റെ വചനത്താൽ ഉപയോഗിച്ചത് എന്നുള്ളത്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കാണേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്വാഭാവികമായിട്ട്, അല്ലെങ്കിൽ പ്രകൃതിയ, ഈ സ്തെഫാനോസും അതേപോലെ തന്നെ പൗലോസും നല്ല പ്രഭാഷകർ തന്നെയാണ്. പക്ഷേ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ ജ്ഞാനമെല്ലാം അവർ മാറ്റിവെച്ചു, അവരുടെ അറിവുകളെ അവർ മാറ്റിവെച്ചു. മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് അവർ അവരെ തന്നെ ഏൽപ്പിക്കുവാനിടയായി തീർന്നു. ഇന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്ക് ധാരാളമായിട്ടുള്ള അറിവുകൾ കാണുമായിരിക്കാം. ലോക അറിവുകളോ, അല്ലെങ്കിൽ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള അറിവുകളോ, സയൻസിനെ കുറിച്ചുള്ള അറിവുകളോ. ഇത് ആളുകളെ പറഞ്ഞ് അവരെ ആശ്ചര്യപ്പെടുത്തുക എന്നുള്ളതല്ല ശുശ്രൂഷയിൽ നിൽക്കുന്നവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. മറിച്ച് അവർ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ വരങ്ങളാലും ദൈവത്തിൻ്റെ ആത്മാവ് അവരെ നിയോഗിക്കുന്നത് പോലെയും അവർ ശുശ്രൂഷിക്കണമെന്നാണ് ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ ശുശ്രൂഷയെ കുറിച്ച് മാത്രമല്ല കേട്ടോ, നമുക്ക് ദൈവസന്നിധിയിൽ നൽകിയിട്ടുള്ളതായ പ്രാപ്തികളുണ്ട്. അത് ഒരു പക്ഷേ നമ്മുടേതായിട്ടുള്ള വീക്ഷണത്തിലോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടേതായിട്ടുള്ള വീക്ഷണത്തിലോ ചെറുതോ വലുതോ ഒക്കെ ആകാം. ഒന്നുകിൽ മറ്റുള്ളവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാത്തതോ ആയ പ്രാപ്തികളാകാം. എന്നോർത്ത് നമ്മൾ പ്രയാസപ്പെട്ട, നമ്മൾ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ പ്രാപ്തികളെ കൂടുതൽ അനുഗ്രഹത്തോടെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വരങ്ങളാൽ നമ്മെ നിറയ്ക്കുവാനിടയായി തീരും. ഞാൻ ഈ ഒരു കാര്യം സംസാരിക്കുമ്പോൾ പഴയ നിയമ പുസ്തകത്തിൽ നമുക്ക് ദാവീദിനെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ദാവീദ് ഒരു ചെറു ബാലകനായിരുന്നപ്പോഴാണല്ലോ ഇസ്രയേലിയ പർവ്വതനിരകളിൽ വന്ന് ഗോലിയാത്ത് എന്ന ഫിലിസ്ത്യൻ മലൻ വെല്ലുവിളിച്ചത്, ഇസ്രയേൽ ജനത്തെയും സൈന്യത്തെയും വെല്ലുവിളിച്ചത്. നോക്കൂ, ദാവീദിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, അവനൊരു ആട്ടിടയ ബാലനാണ്. അവൻ്റെ കയ്യിൽ എപ്പോഴും തോട്ടിലെ മിനുസമുള്ള കല്ലുകളുണ്ട്, തൻ്റെ കയ്യിൽ കവിണയുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചാണ് താൻ തൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നത്. ഗോലിയാത്തിനെ നേരിടുവാനുള്ള ഒരു ആത്മാവിൻ്റെ പ്രചോദനം ഈ ദാവീദിൽ സംഭവിച്ചപ്പോൾ ദാവീദിന് അറിയാവുന്നതായ, അല്ലെങ്കിൽ ദാവീദിന് പ്രാപ്തിയുള്ളതായ കവണയിൽ കല്ലെടുത്ത് എറിയുന്നതായ ആ കഴിവിനെ ദൈവം തൻ്റെ വരത്താൽ നിറച്ച് അതിനെ ശക്തിയുള്ളതാക്കി മാറ്റിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നോക്കൂ, ആ കല്ല് പോയി പതിച്ചതും അതിൻ്റെ ഉന്നവും അതിൻ്റെ ശക്തിയും അതെല്ലാം തന്നെ ആ മലനെ വീഴ്ത്തുവാൻ കാരണമായി തീർന്നു എന്ന് മാത്രമല്ല, അവിടെ തന്നെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ദാവീദ് പറയുന്നു, നീ നിന്ദിക്കുന്ന യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ ആ ശക്തിയാണ്, ആ ദൈവശക്തിയാണ്, ആ ദൈവത്തിൻ്റെ ആ ശക്തിയുടെ പ്രദർശനമാണ്
നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. പഴയ നിയമ പുസ്തകത്തിലാകട്ടെ പുതിയ നിയമ പുസ്തകത്തിലാകട്ടെ ഈ ആളുകളെല്ലാം തന്നെ സാധാരണക്കാരായ ആളുകളായിരുന്നു. ഏലിയാവിനെ കുറിച്ച് യാക്കോബ് പറയുന്നില്ലേ, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്ന്. പക്ഷെ ഇവരെല്ലാവരും തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ടപ്പോൾ ദൈവശക്തിയാൽ അവർ ഉപയോഗിക്കപ്പെട്ടു. ഇതേ കാര്യം തന്നെയാണ് പുതിയ നിയമത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആത്മാവിന്റെ വരങ്ങൾ ദൈവം നമുക്ക് നൽകുന്നത് ഇന്നലെ നമ്മൾ കേട്ടതുപോലെ നമ്മൾ കൂടുതൽ മെച്ചമായി പ്രവർത്തിക്കുവാൻ, മെച്ചമായി ശുശ്രൂഷിക്കുവാൻ, മെച്ചമായി സുവിശേഷം അറിയിക്കുവാൻ, അതേ മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ കേവലം വചനം മാത്രമല്ല ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം നമ്മളുടെ ശുശ്രൂഷകളിൽ സംഭവിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളൊരു പാസ്റ്റർ അല്ലായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ വലിയൊരു ലീഡർ അല്ലായിരിക്കാം, ഒരു സാധാരണ വീട്ടമ്മയോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു മനുഷ്യനോ ആയിരിക്കാം നിങ്ങൾ. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ദൈവം തന്ന പ്രാപ്തി നിങ്ങൾ വിശ്വസ്തയോടുകൂടെ കൈകാര്യം ചെയ്യുമ്പോൾ, അതേ നിങ്ങൾ ചെയ്യുന്നതായ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് കൂടുതൽ മികവോടെ ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, ദൈവമേ നിന്റെ ശക്തിയാലും നിന്റെ ആ കരുണയാലും എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ, എൻ്റെ ശുശ്രൂഷയിൽ പ്രവർത്തിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് പറയട്ടെ, തീർച്ചയായിട്ടും ഈ ദൈവത്തിൻ്റെ ആ ആത്മാവിൻ്റെ വരങ്ങൾ നമുക്ക് നൽകി ദൈവം അനുഗ്രഹിപ്പാൻ ഇടയായിത്തീരും. ഈ പൗലോസിനെ നോക്കുമ്പോൾ, ഇന്നലെ നമ്മൾ സ്തെഫാനോസിനെ കുറിച്ച് ചിന്തിച്ചതുപോലെ തന്നെ അവൻ വിശ്വാസം നിറഞ്ഞവനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനുമായിരുന്നു. അതേപോലെ തന്നെ പൗലോസിനെ കുറിച്ചും നമുക്ക് അങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. പൗലോസ് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിറവ് പ്രാപിച്ചവനായ ഒരുവനായിരുന്നു എന്നാണ്. ഇത് സംബന്ധിച്ചൊരു വാക്യം ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. അങ്ങനെ അനനിയാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ അനനിയാസ് ശൗലിന്റെ അടുക്കൽ കടന്നു വന്നിട്ട്, നമുക്കെല്ലാവർക്കും അറിയാം ശൗൽ എന്നുള്ളത് പൗലോസിന്റെ ആദ്യത്തെ പേരായിരുന്നു. പിന്നീടാണ് പൗലോസിന്റെ പേര് മാറിയത്. അപ്പോൾ ഇവിടെ ഈ പൗലോസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശൗൽ എന്ന പേരിലാണ്. ശൗലിന്റെ അടുക്കൽ കടന്നു വന്നിട്ട്, ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. നോക്കൂ, എത്ര ഡെഫിനിറ്റ് ആയിട്ടാണ് ഈ അനനിയാസ് സംസാരിക്കുന്നത്. ഇതെല്ലാം തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാലാണ് ഈ ദേവദാസന്മാർ സംസാരിക്കുന്നത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതായിരിക്കണം. അതേ ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണമെന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതായ, ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രചോദിതമായ സംസാരങ്ങൾ നമ്മുടെ നാവിൽ വരുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം നമ്മുടെ ഓരോ സംസാരത്തിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലൂടെ പ്രവർത്തിക്കുവാനും മറ്റുള്ളവരിൽ ദൈവത്തിന്റെ ആ സ്വാധീനം, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടുത്തുവാനും ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതിനുവേണ്ടി നമുക്ക് സമർപ്പിക്കുവാനും നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനും കഴിയുമാറാകട്ടെ. ഇവിടെ കർത്താവ് പൗലോസിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവൻ പരിശുദ്ധാത്മ പൂർണ്ണൻ ആയിത്തീരണം. അങ്ങനെ ആ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയിലും, അതേപോലെ തന്നെ സ്തെഫാനോസിന് വിശ്വാസത്തിൽ നിറവുണ്ടായതുപോലെയും പൗലോസിന് അതേ ഗുണഗണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലും വിശ്വാസത്തിന്റെ നിറവും പരിശുദ്ധാത്മാവിന്റെ നിറവും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൻ്റെ വരങ്ങളാൽ നിറയ്ക്കുവാനിടയായിത്തീരും. 1 കൊരിന്ത്യരുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23-24 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് 23-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇതാര് പറയുന്നതാ? ഇത് പൗലോസ് പറയുന്നതാണ്. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തി ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. തൻ്റെ കേൾവിക്കാരായ ആളുകൾ അവർ മിക്കവരും യഹൂദന്മാരായിരുന്നു. അതേപോലെ തന്നെ ജാതികളായ ആളുകളും ഉണ്ടായിരുന്നു. യഹൂദന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പൗലോസ് തുടങ്ങിയതായ ദേവദാസന്മാരെന്ന് കേൾക്കുമ്പോൾ അവർക്കത് ഇടർച്ചയായിരുന്നു. ഇന്നും യഹൂദന്മാർക്ക് അങ്ങനെ തന്നെയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നത് അവർക്ക് ഇടർച്ചയാണ്. അവർക്ക് വല്ലാത്ത അരിശം ഉണ്ടാകും, അവർക്ക് നമ്മളോട് ദേഷ്യമുണ്ടാകും. അപ്പോൾ അതേ ഒരു സാഹചര്യം അന്നത്തെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ പാർക്കുന്നതായ ജാതികളായ ആളുകൾ, അപ്പോൾ യെരുശലേമിൽ മാത്രമല്ല, പാലസ്തീൻ ഏരിയയിൽ മാത്രമല്ല,
മറ്റ് ഏഷ്യ മൈനറുകളിൽ, യൂറോപ്പിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഈ ജാതിയുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുമ്പോൾ അവർക്കത് പോഷത്വമായിട്ട് തോന്നുമായിരുന്നു. അപ്പോൾ യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തി, ദൈവജ്ഞാനമായ ക്രിസ്തുവിനെ തന്നെ. അപ്പോൾ ഈ യവനായ ആളുകൾ പോഷത്വമായി ക്രിസ്തുവിൻ്റെ സുവിശേഷം കാണുമ്പോൾ പൗലോസ് അവരോട് ഈ കാര്യങ്ങൾ ഒരു മടിയും കൂടാതെ ധൈര്യത്തോടെ, ഉപദ്രവങ്ങളെയോ അവരുടെ മേൽ കടന്നു വരുന്ന എതിർപ്പുകളെയോ ഒന്നും പേടിക്കാതെ ധൈര്യത്തോടെ, അപ്പോസ്തലന്മാരുടെ എല്ലാ പ്രത്യേകത ഇതായിരുന്നു, അവർ ധൈര്യത്തോടാണ് പ്രസംഗിച്ചിരുന്നത്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു അത് തന്നെയാണ്. നമുക്ക് ധൈര്യമുണ്ടാകണം. നമ്മൾ പ്രസംഗിക്കുന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ശരിയായ വിശ്വാസവും അതിനെക്കുറിച്ച് ഉള്ള പ്രാഗൽഭ്യവും ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യം സ്വാഭാവികമായി വരുവാനിടയായിത്തീരും. ഞാൻ നിങ്ങളെ ഒന്ന് ചലഞ്ച് ചെയ്യട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്ന ഈ സുവിശേഷത്തെ നിങ്ങൾക്ക് ധൈര്യത്തോടെ കവലകളിലോ അല്ലെങ്കിൽ വീടുകളിലോ ആളുകളുടെ അടുക്കിലേക്ക് ചെന്ന് പറയാൻ തക്കതായ ധൈര്യമുണ്ടോ? ഇല്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമില്ല, ആത്മവിശ്വാസമില്ല എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴാണ് ധൈര്യത്തോടെ പറയാൻ സാധിക്കുന്നത്? നമ്മൾ വിശ്വസിക്കുന്നതിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ. അതേ പൗലോസ് അതിൽ ഉറച്ചു നിന്നു. അതുകൊണ്ട് പൗലോസ് ആരെയും ഭയപ്പെട്ടില്ല എന്ന് മാത്രമല്ല, പൗലോസ് ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അത് ദൈവശക്തിയുടെ പ്രകടനമായി മാറും. കാരണം പൗലോസിന്റെ ശുശ്രൂഷയിൽ താനത് കണ്ടിട്ടുണ്ട്. അനേകർ സൗഖ്യം പ്രാപിക്കുന്നത്, മരിച്ചവർ ഉയർക്കുന്നത്. അതേ തൻ്റെ ശുശ്രൂഷയിൽ പാപികളായും അതേപോലെ തന്നെ ദേശത്ത് ആഭിചാരക പ്രവൃത്തിയിൽ ഏർപ്പെട്ടവരായ ആളുകളുടെയും ഹൃദയം ക്രിസ്തുവിന് വേണ്ടി തുറന്നതെല്ലാം അപ്പോസ്തലനായ പൗലോസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താൻ പറയുന്നു, ഇത് ദൈവശക്തിയാണ്. അതേപോലെ തന്നെ ഗ്രീക്കുകാരായ ആളുകൾ, അവർ വളരെ തത്വജ്ഞാനത്തിൽ അഗ്രഗണ്യരായ ആളുകളായിരുന്നു. അവരുടെ ഇടയിൽ പോലും സുവിശേഷം വരുത്തിയതായ മാറ്റങ്ങളെക്കുറിച്ച് പൗലോസിന് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് താൻ പറയുന്നു, ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ഈ ക്രിസ്തു എന്നുള്ളത്. അപ്പോൾ യഹൂദന്മാർക്കാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ കുറിച്ചാണ് താൻ പ്രസംഗിക്കുന്നതെന്നുള്ള ആ വലിയ ചിന്ത അപ്പോസ്തലനായ പൗലോസിനുണ്ടായിരുന്നു. അതേപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രസംഗത്തിന്റെ വലിയൊരു പ്രത്യേകത, അത് ക്രൈസ്റ്റ് സെന്റേർഡ് ആയിരുന്നു, ക്രിസ്തു കേന്ദ്രീകൃതമായിരുന്നു. നോക്കൂ, ഇങ്ങനെ പൗലോസിന് പ്രസംഗിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ജ്ഞാനത്തിന്റെ വചനമാണ്. അതായത് ദൈവം അവനിൽ കൊടുക്കുന്നതായ ജ്ഞാനത്തിന്റെ വചനം, അത് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നതാണ്. ഇന്ന് ഞാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മളുടെ ബുദ്ധിമണ്ഡലത്തിൽ വരുന്ന ആശയങ്ങളല്ല നമ്മൾ പ്രസംഗിക്കേണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗപ്രകാരം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശുശ്രൂഷിക്കണം. അവിടെയാണ് ദൈവശക്തിയുടെ പ്രദർശനവും അതേപോലെ തന്നെ ദൈവത്തിൻ്റെ ജ്ഞാനവുമായ ആ ക്രിസ്തുവിൻ്റെ വെളിപ്പാടും സംഭവിക്കുന്നത്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് വളരെ സാധാരണക്കാരായ ആളുകളോട് ആണ് എന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെയെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കും. അതേ ശൗലിനെ പൗലോസാക്കിയതുപോലെ, സ്തഫാനോസിനെ ഒരു ധീരനായ വ്യക്തിയാക്കിയതുപോലെ, പത്രോസ് എന്ന മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന അതേ ലോകത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു അപ്പോസ്തലനാക്കി മാറ്റിയതുപോലെ നമ്മെയും ദൈവത്തിന് രൂപാന്തരപ്പെടുത്താൻ സാധിക്കും. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിന് കീഴ്പ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്തിനനുസരിച്ച് പോകുന്നെങ്കിൽ മാത്രമേ നമുക്കത് സംഭവിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. പൗലോസിനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ നിറവും പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയുടെ ആ അനുഭവങ്ങളും പ്രാപിച്ച് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ ശക്തിയെയും ദൈവത്തിൻ്റെ ജ്ഞാനത്തെയും ഞങ്ങൾക്ക് പ്രസംഗിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാപ്തി വിശ്വസ്തയോടുകൂടെ ഞങ്ങൾ വ്യാപാരം ചെയ്യുമ്പോൾ ദൈവമേ, നിന്റെ വരങ്ങളാൽ ഞങ്ങൾ നിറച്ച് കൂടുതൽ മെച്ചമായി ശുശ്രൂഷിപ്പാൻ, പ്രസംഗിപ്പാൻ, ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ ഈ വചനത്തിലൂടെ അറിയുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ആൾ.